എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് വേക്കൻസി ഉണ്ട്. താല്പര്യമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പരീക്ഷയില്ലാതെയാണ് നിയമനം. ഡീറ്റെയിൽസ് നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ് ഇപ്പോൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ്, ഡിപ്ലോമ ഹോൾഡേഴ്സ്, ഗ്രാജുവേറ്റ്സ് ആയിട്ടുള്ളവരിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നത്. നിയമനം വരുന്നത് അപ്രൻറ്റിസ് പോസ്റ്റുകളിലേക്കാണ്. പരീക്ഷയില്ലാതെയാണ് നിയമനം. ഇതിൽ എഞ്ചിനീയറിംഗിൽ ഗ്രാജുവേഷൻ ഓർ ഡിപ്ലോമ ഇൻ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ്, കൂടാതെ ജനറൽ സ്ട്രീമിൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. നിങ്ങൾ പാസ് ഔട്ട് ആവേണ്ടത് 2021, 22, 23, 24, 25 വർഷങ്ങളിലാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. BE സിവിൽ എഞ്ചിനീയറിംഗ് 24 വേക്കൻസി, BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 18 വേക്കൻസി, BE ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 8 വേക്കൻസി, BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 10 വേക്കൻസി, ഡിപ്ലോമ സിവിൽ 20 വേക്കൻസി, ഡിപ്ലോമ ഇലക്ട്രിക്കൽ 12 വേക്കൻസി, ഡിപ്ലോമ ഇലക്ട്രോണിക്സ് 7 വേക്കൻസി, ഡിപ്ലോമ മെക്കാനിക്കൽ 15 വേക്കൻസി, ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റ്സ് 20 വേക്കൻസി. ടോട്ടൽ 134 വേക്കൻസിയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് അൺറിസർവ്ഡ്, OBC, SC, ST, EWS കാറ്റഗറിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ട്. ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നിങ്ങൾ നേരിട്ട് പോകേണ്ടതാണ്. ഡേറ്റ് വരുന്നത് BE സിവിൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഡേറ്റ് ഓഗസ്റ്റ് 24 ഇനി BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ ഇലക്ട്രിക്കൽ, ഡിപ്ലോമ ഇലക്ട്രോണിക്സ് ആണെങ്കിൽ ഓഗസ്റ്റ് 25 ഇനി BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഡിപ്ലോമ മെക്കാനിക്കൽ ആണെങ്കിൽ ഓഗസ്റ്റ് 27 ജനറൽ സ്ട്രീം ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ ഓഗസ്റ്റ് 28 വെരിഫിക്കേഷൻ ഡേറ്റ് വരുന്നത്. വെന്യൂ എക്സിക്യൂട്ടീവ് ക്ലബ്, കൊങ്കൺ റെയിൽ വിഹാർ, സെക്ടർ 14, ഓപ്പോസിറ്റ് സീവുഡ്സ് റെയിൽവേ സ്റ്റേഷൻ വെസ്റ്റ്, നേവി, മുംബൈയിലാണ് വെന്യൂ വരുന്നത്. നിങ്ങൾ നേരിട്ട് പോയാണ് വെരിഫിക്കേഷൻ ചെയ്യേണ്ടത്. നിങ്ങൾ ആദ്യം തന്നെ NATSൻ്റെ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു NATSൻ്റെ ID കിട്ടും. ഈ ID ആയിട്ടാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത്. പിന്നെ പറഞ്ഞ പോലെ തന്നെ പാസ്റ്റ് 5 ഇയേഴ്സിൽ പാസ് ഔട്ട് ആയവർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓരോന്നിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ കാറ്റഗറി 1 ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ വേണ്ടത് BE അല്ലെങ്കിൽ BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കോമ്പിനേഷൻ ഓഫ് എനി സബ് സ്ട്രീം ഓഫ് ബേസിക് സ്ട്രീംസ് ഓഫ് ഇലക്ട്രിക്കൽ ആണ് വേണ്ടത്. നെക്സ്റ്റ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് BE ഓർ BTech ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ IT ഓർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കോമ്പിനേഷനാണ് വേണ്ടത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ BE ഓർ BTech ഇൻ മെക്കാനിക്കൽ ഓർ ഇൻഡസ്ട്രിയൽ ഓർ ഓട്ടോമൊബൈൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. കാറ്റഗറി 2 ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രൻറ്റിസ് ആണെങ്കിൽ ക്വാളിഫിക്കേഷൻ വേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് പവർ എഞ്ചിനീയറിംഗ് ഓർ കോമ്പിനേഷൻ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഓർ ഇലക്ട്രോണിക്സ് ഓർ IT ഓർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ എ കോമ്പിനേഷനാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത്. ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ ഓർ ഇൻഡസ്ട്രിയൽ ഓർ ഓട്ടോമൊബൈൽ ഓർ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആണ്. ഇനി ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് ആണെങ്കിൽ ഡിഗ്രി ഇൻ ബാച്ചലർ ഓഫ് ആർട്സ് BA അല്ലെങ്കിൽ BSc അല്ലെങ്കിൽ BCom അല്ലെങ്കിൽ BBA അല്ലെങ്കിൽ BMS അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ബാച്ചലർ ഓഫ് ബിസിനസ് സ്റ്റഡീസ് ആണ്. ഇതിലേതെങ്കിലും യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായപരിധി 18 തൊട്ട് 25 വരെയാണ്. അപ്ലൈ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് 1/1/2001 1/1/2008 ഇടയ്ക്ക് ജനിച്ചവരായിരിക്കണം. ഇത് കൂടാതെ SC ST കാറ്റഗറിക്ക് 5 വയസ്സിൻ്റെയും OBC കാറ്റഗറിക്ക് 3 വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട്. അതുപോലെ തന്നെ അപ്ലൈ ചെയ്യുന്നവർ ഇതിനു മുമ്പ്
അപ്രന്റീസ്ഷിപ്പ് ചെയ്തിട്ടുള്ളവരായിരിക്കരുത്. ഇനി ട്രെയിനിങ് സമയത്ത് സ്റ്റൈഫൻഡ് ഉണ്ട്. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ആണെങ്കിൽ 6150 രൂപയാണ് പെർ മന്ത്. ടെക്നീഷ്യൻ ഡിപ്ലോമ അപ്രന്റീസ് ആണെങ്കിൽ 5450 രൂപയാണ് പെർ മന്ത് സ്റ്റൈഫൻഡ് കിട്ടുന്നത്. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ്റെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. അതായത് നിങ്ങളുടെ ഡിഗ്രിയുടെ ഡിപ്ലോമയുടെ ഒക്കെ തന്നെ ഇയർ വൈസ് അല്ലെങ്കിൽ സെമസ്റ്റർ വൈസ് ഉള്ള മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എക്സാം ഒന്നും ഉണ്ടാകത്തില്ല. ഇനി ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്ന് നോക്കാം. ഡിഗ്രി ഓർ ഡിപ്ലോമയുടെ മാർക്ക് ഷീറ്റ് ഇയർ വൈസും സെമസ്റ്റർ വൈസും, 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ്, SC ST OBC ആണെങ്കിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ്, OBC ആണെങ്കിൽ നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, EWS ആണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം, 2 അറ്റസ്റ്റഡ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ആധാർ ആൻഡ് പാൻ കാർഡ്. പിന്നെ ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ തന്നെ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പിയും കൂടി ഉണ്ടായിരിക്കണം. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ NATSൻ്റെ ID ഉണ്ടായിരിക്കണം. ട്രെയിനിങ് ഡ്യൂറേഷൻ വരുന്നത് 1 ഇയർ ആയിരിക്കും. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ട ഓരോ സർട്ടിഫിക്കറ്റിൻ്റെയും ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചാണ് ഓരോ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. കൊങ്കൺ റെയിൽവേയുടെ കീഴിൽ അപ്രന്റീസ്ഷിപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ഈ പറഞ്ഞ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നേരിട്ട് വെരിഫിക്കേഷന് പോവുക. അപ്പോൾ താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.